എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും. അപ്പോൾ നമുക്കിന്ന് എന്താണ് യഥാർത്ഥത്തിൽ ആ വിഷയം എന്നതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇത് തീർത്തും എൻ്റെ അഭിപ്രായമാണ്. ഞാൻ വായിച്ചറിഞ്ഞ, ഞാൻ മനസ്സിലാക്കിയ ബുക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നോട് പങ്കുവയ്ക്കാം. കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ നിങ്ങൾക്ക് എന്നോട് അത് സംസാരിക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും ചർച്ചകളോ തർക്കങ്ങളോ ഒക്കെ നടത്താവുന്നതുമാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം നമ്മുടെ ദേശീയ ഗീതമായിട്ടാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു നാഷണൽ സോങ് ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്. നാഷണൽ ആന്തം നമുക്ക് എല്ലാവർക്കും അറിയാം, രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ നാഷണൽ ആന്തം. അതിനെ ദേശീയ ഗാനം എന്ന് നമ്മൾ പറയും. നാഷണൽ സോങ് ആയി അല്ലെങ്കിൽ ദേശീയ ഗീതമായി അംഗീകരിച്ചിരിക്കുന്നതാണ് വന്ദേ മാതരത്തിനെ. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന ബംഗാളി എഴുത്തുകാരൻ, കവി 1875 എഴുതിയ ഒരു കവിതയാണിത്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന വന്ദേ മാതരം. വന്ദേ മാതരം 6 ശ്ലോകങ്ങളായിട്ടാണ് അദ്ദേഹം എഴുതിയത്. 6 ചരണങ്ങളാണ് അതിനകത്തുള്ളത്. അതിലെ 2 ചരണങ്ങൾ, അല്ലെങ്കിൽ 2 ശ്ലോകങ്ങൾ മാത്രമാണ് ദേശീയ ഗീതമായി, നാഷണൽ സോങ് ആയി ഇതുവരെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം. ഇനി എന്തിനു വേണ്ടിയാണ് വന്ദേ മാതരം എപ്പോൾ എഴുതിയെന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇതിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ആൾ ഒരു കവിയായിരുന്നു, ഒരു നോവലിസ്റ്റായിരുന്നു, അതോടൊപ്പം ഒരു ദേശസ്നേഹം തുളുമ്പുന്നൊരു വ്യക്തിയും നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തവരിൽ ഒരാളുമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട നോവലാണ് ആനന്ദമഠം എന്ന് പറയുന്നൊരു നോവൽ. ഇത് 1882 ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങുന്നത്. ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ ആധാരമാക്കിയിട്ടുള്ള സംഭവം 1770കളിൽ നടന്ന ബംഗാളിൽ നടന്ന സന്യാസി റിബല്യൻ എന്ന് പറയുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അമിത നികുതി ഭാരവും ബുദ്ധിമുട്ടുകളും, അതോടൊപ്പം അവിടെ അവർ ഭരിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാക്കന്മാരായിട്ടുള്ള മുസ്ലിം രാജാക്കന്മാർ അവിടെയുള്ള ജനങ്ങൾക്ക് മേൽ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സന്യാസിമാർ ഗറില്ല യുദ്ധം പ്രഖ്യാപിക്കുകയും വനാന്തരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സമരമായിരുന്നു സന്യാസി റിബല്യൻ എന്ന 1770 സമരം. ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ആനന്ദമഠം. അപ്പോൾ ആനന്ദമഠത്തിലുള്ള നായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിയും ഒരു മകളുമാണ് ഇതിനകത്ത് പ്രധാന ക്യാരക്ടേഴ്സ്. ഇവർ ഒരു ജമീന്ദാറായിരുന്നു, പണക്കാരനായിരുന്നു. പക്ഷേ അമിതമായ നികുതി ഭാരം മൂലം അയാൾക്ക് ആ നാട് വിട്ട് പോകേണ്ടി വരികയാണ്. അപ്പോൾ നാട് വിട്ട് യാത്രയാകുന്നതിനിടയിൽ യാത്രയിൽ വെച്ച് ഭാര്യയും മകളും തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും അലഞ്ഞു തിരിഞ്ഞ ഭാര്യയും മകളും വനത്തിലെത്തുകയും വനത്തിൽ വെച്ച് ആനന്ദമഠം സന്യാസിമാരുടെ കയ്യിൽ അകപ്പെടുകയും അവരവരെ വളർത്തുകയും അവരെ സുരക്ഷിതരായിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരിവിടെ ഈ ആനന്ദമഠത്തിലേക്ക് പിന്നീട് നമ്മുടെ നായകനായിട്ടുള്ള വ്യക്തി എത്തുകയും ഇവരോടൊപ്പം ചേരാൻ വേണ്ടി, അപ്പോൾ തങ്ങളുടെ വർഗം, തങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം ചേരുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ വർണ്ണിച്ചു കൊടുക്കുന്നൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരമായിട്ട് ആ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ 2 സ്റ്റാൻസ, നമ്മളിപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന സ്റ്റാൻസ, അന്നത്തെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ വൈവിധ്യങ്ങളെ വർണ്ണിക്കാൻ വേണ്ടിയാണ്. ഇവിടെയുള്ള ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെയാണ് അതിനകത്ത് കൃത്യമായി വർണ്ണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള 4 സ്റ്റാൻസയിൽ അല്ലെങ്കിൽ 4 ചരണങ്ങളിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വന്തം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അവരെ രക്ഷിക്കാനെത്തുന്ന ദൈവസങ്കല്പങ്ങളെയൊക്കെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സന്യാസി വര്യന്മാർ ബേസിക്കലി ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് തന്നെ ഹിന്ദു ദൈവങ്ങളെ അവിടെ കുറിച്ച് പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വന്ദേ മാതരം മലയാളത്തിലേക്ക് മനോഹരമായിട്ട് നമ്മുടെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ നമുക്ക് അത് വായിച്ചെടുക്കാനും പറ്റും. 10 കരങ്ങളിൽ ആയുധമേന്തിയ ദുർഗനി, പത്മത്തിൽ വാഴും ലക്ഷ്മിനി, വിദ്യയേകും സരസ്വതി നീ, ദേവി നിന്നെ പൂജിപ്പു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികളായിട്ട് വൈലോപ്പള്ളി മനോഹരമായിട്ട് അതിനെ വിവർത്തനം ചെയ്തിട്ടൊക്കെയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ
ഈ ഒരു കഥാപശ്ചാത്തലത്തിലാണ് വന്ദേമാതരം എഴുതുന്നത്. ആ വന്ദേമാതരത്തിലെ ആ ഗാനത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ 1896 രവീന്ദ്രനാഥ് ടാഗോർ ഈ ഗാനത്തിന് സംഗീതം നൽകുകയും ഈ ഗാനത്തിനകത്തുള്ള രാജ്യസ്നേഹം തുളുമ്പുന്ന വാക്കുകൾ അദ്ദേഹത്തെ മനോഹരമായിട്ട് ആകർഷിച്ചിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിന് സംഗീതം നൽകുകയും അദ്ദേഹം ആ വർഷത്തെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഈ ഗാനം ആലപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് ദേശസ്നേഹം അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇന്ത്യ മുഴുവനുള്ള ആളുകൾ അവരുടെ ദേശസ്നേഹത്തിന് വേണ്ടി, ദേശസ്നേഹം തുളുമ്പുന്ന വാക്കുകൾക്ക് വേണ്ടി വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അന്ന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഈ ഗാനം ആലപിച്ചുകൊണ്ട്, ഈ ഗാനത്തിൻ്റെ വരികൾ ആലപിച്ചുകൊണ്ട് തൂക്കിലേറ്റുന്ന ഒരു രീതി പോലും ഭാരതീയർ പിന്തുടർന്നിരുന്നു. പക്ഷെ നമ്മളിത് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എഴുതുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം നിലവിലില്ല. ആ കാലഘട്ടത്തിൽ ഒരുപാട് നാട്ടുരാജ്യക്കന്മാരായി വിഭജിച്ചിരിക്കുന്ന ഒരു പ്രദേശം മാത്രമാണ് നമ്മുടെ ഭാരതം. ഇതിൽ നമുക്കൊരു ഭരണഘടനയോ നിയമ സംഹിതകളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരാൾ ചിന്തിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് എഴുതാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അധികാരം അന്ന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള നോവലിൻ്റെ ഭാഗമായി മാത്രം കാണുകയും അതിൻ്റെ ആസ്വാദന രീതിയിൽ കാണുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ തിരിച്ച് കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷം ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 1937 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട്, കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ള ഉന്നതകാര്യ സമിതിയിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു ഈ ഗാനം ഓൾറെഡി നമ്മുടെ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സമരപ്രസ്ഥാനവുമായിട്ട് വളരെ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു ഗാനമായി ഇത് മാറിയിരുന്നു. അപ്പോൾ ഇതിനെ ദേശീയ ഗീതമാക്കി മാറ്റണമെന്നൊരു ചർച്ചകൾ വരികയും, എന്നാൽ ഇതിനകത്തുള്ള ആദ്യത്തെ 2 സ്റ്റാൻസ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രബുദ്ധതയും അഖണ്ഡതയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതാണെന്നും നമ്മുടെ ഡൈവേഴ്സിറ്റിയെ പ്രതിദാനം ചെയ്യാൻ ആദ്യത്തെ 2 സ്റ്റാൻസക്ക് കഴിയുമെന്നും, എന്നാൽ അത് കഴിഞ്ഞുള്ള 4 സ്റ്റാൻസ ഒരു പ്രത്യേക മതത്തെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നതെന്നും ദൈവസ്തുതികൾ അവിടെ ഉണ്ടെന്നും ബഹുദൈവ ആരാധകരായിട്ടുള്ള വിശ്വാസികൾക്ക് പ്രശ്നമില്ലെങ്കിലും ഏകദൈവ വിശ്വാസികളായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികൾക്കും ക്രിസ്തു മതവിശ്വാസികൾക്കൊക്കെ അത് പ്രാർത്ഥനയായി ചെല്ലുന്നത് പോലെ അവർ ചെല്ലേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ഗാനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന 3 വ്യക്തികളുണ്ടായിരുന്നു. അതൊന്ന് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു, സരോജിനി നായിഡു ആയിരുന്നു, രണ്ടാമത്തെ ആൾ അരബിന്ദ് ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മൂന്നാമത്തെ ആൾ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ജവഹർലാൽ നെഹ്റു ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ലെറ്ററിൻ്റെ മറുപടിയായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ കൃത്യമായി പറയുന്നുണ്ട്, അത് ഇന്ത്യയുടെ ആത്മാവിനോട് തൊട്ടുണർത്തുന്ന ഒരു കവിതയാണ് ഈ വന്ദേമാതരം എന്ന് പറയുന്നത്. വന്ദേമാതരത്തിൽ ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ മതപരമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു വ്യക്തിക്കെങ്കിലും ഇതൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ 2 വരികൾ മാത്രം എടുത്താൽ മതി എന്നായിരുന്നു രവീന്ദ്രനാഥിൻ്റെ പക്ഷം. അതേപോലെ തന്നെയായിരുന്നു ഇന്ത്യയുടെ വാനമ്പാടി കൂടിയായിട്ടുള്ള കവയത്രി കൂടിയായിട്ടുള്ള സരോജിനി നായിഡുവും പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള ഈ കവിതയെ ആരും വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതെ ഇതിൻ്റെ ആദ്യത്തെ, എന്നാൽ അരവിന്ദ് ഘോഷ് എതിർത്ത ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ തുടങ്ങിയപ്പോൾ ആ ന്യൂസ് പേപ്പറിന് അദ്ദേഹം ഇട്ട പേര് പോലും വന്ദേമാതരം എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിനെ ഒരു തരത്തിലും മതപരമായി കാണരുത്. ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ബഹുസ്വരതയെ കാണിക്കാനും നമ്മുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കാനൊക്കെ പറ്റുന്ന വരികൾ തന്നെയാണെന്ന് ഇതിനെ ഒരിക്കലും ഒരു മതവിശ്വാസത്തിൻ്റെ ദൈവിക സങ്കല്പത്തിൽ കൊണ്ടുപോകരുതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട്, വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ചിട്ട് പക്ഷേ ഐകകണ്ഠേനെ ഈ ഗീതത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ മാത്രം എടുത്താൽ മതിയെന്ന് തീരുമാനിക്കുകയും അതിനെ നമ്മൾ നാഷണൽ സോങ്ങായി സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതൊരു ഭരണഘടനയിൽ നാഷണൽ സോങ് ആയിട്ട് ഇതിനെ എഴുതിയിട്ടില്ല. പകരം ഇതൊരു നമ്മുടെ ഒരു ചടങ്ങുകളായി നമ്മൾ കൊണ്ടുപോകുന്നു. ഏതെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ നമ്മൾ നാഷണൽ ആന്തവും തീരുമ്പോൾ നാഷണൽ സോങ്ങും ചൊല്ലുന്ന രീതി. ഇത് കൃത്യമായി പറഞ്ഞാൽ 3 മിനിറ്റും 10 സെക്കൻഡും എടുത്ത് 190 സെക്കൻഡ് കൊണ്ട് തീർക്കേണ്ട കവിതയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ 2 സ്റ്റാൻസ മാത്രം പാടുന്നതുകൊണ്ട് അത്രയും സമയം എടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്ര പശ്ചാത്തലം. ഇന്ത്യയുടെ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ 51A പറയുന്ന 11 ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മളൊരു മനുഷ്യൻ ചെയ്യേണ്ട, ഒരു ഭാരതീയൻ പാലിച്ചു പോകേണ്ട 11 ഡ്യൂട്ടീസിനകത്ത് കൃത്യമായി പറയുന്നത് നമ്മൾ നാഷണൽ ഫ്ലാഗിനെയും അതുപോലെ നമ്മുടെ ഭരണഘടനയെയും നാഷണൽ ആന്തത്തിനെയും ബഹുമാനിക്കണമെന്നാണ്. ഇതിനെ 1971 പ്രിവെൻഷൻ ആക്ടിനകത്ത് പോലും പറയുന്നത്. ഈ പറയുന്ന 3 കാര്യങ്ങളെ
ഒരാൾ തെറ്റിച്ചാൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാൻ മാത്രമുള്ള ഒരു തെറ്റായിട്ട് തന്നെ അതിനെ കാണുന്നുണ്ട്. എന്നിരുന്നാലും പിന്നീട് തന്നുള്ള ബിജോയ് ഇമ്മാനുവൽ കേസിലൊക്കെ കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ടായിട്ടുമുണ്ട്. ഈവൻ ഒരാൾ ദേശീയ ഗാനം ജനഗണമന എന്ന് പറയുന്ന ഗാനം ആലപിച്ചില്ലെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നും ഒരാൾക്ക് സംസാരിക്കാനുള്ള അവകാശം പോലെ തന്നെ സംസാരിക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ 2026 വീണ്ടും ഒരു ആക്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഹോണർ ആക്ട് തന്നെയാണ്, ബഹുമാന നിയമം തന്നെയാണ്. അതൊരു അമെൻഡഡ് നിയമമാണ്, ഭേദഗതിയാണ്, ബഹുമാന നിയമ ഭേദഗതി 2026. അതിനകത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേ മാതരത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനവും നമ്മൾ ആലപിക്കുമ്പോൾ, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും അതിനകത്ത് പാലിക്കണമെന്നും എഴുന്നേറ്റ് നിൽക്കണമെന്നും ബഹുമാന സൂചകമായി നമ്മൾ അതിനോടൊപ്പം ആലപിക്കണമെന്നും, ഇത് ചെയ്യാത്ത പക്ഷം ഏറ്റവും കുറഞ്ഞത് 3 വർഷമോ അതിന് തുല്യമായ പിഴയോ കിട്ടാമെന്നും, ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ 1 കൊല്ലം കൂടി തടവ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു ശിക്ഷയായിട്ടൊക്കെ ഇപ്പോൾ ഇത് മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഇത് ആലപിക്കുമ്പോൾ പൂർണ്ണമായി ആലപിക്കണമെന്നും ഇതിനെ കൃത്യമായി ഇതിനൊരു മതപരമായിട്ടുള്ള രീതിയിൽ കാണാതെ ഇതിനെ ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ സമരങ്ങളുടെ ഭാഗമായിട്ടോ നമ്മൾ ഉയർത്തിയ ഗാനമായിട്ടോ അല്ലെങ്കിൽ ദേശസ്നേഹം തുളുമ്പുന്നൊരു ഗാനമായിട്ടോ മാത്രം കാണുകയെന്നും നമ്മളിത് ദേശീയ ഗാനത്തിന് കൊടുക്കുന്ന അതേ പദവി തന്നെ ഇതിന് കൊടുത്തുകൊണ്ട് ഇതും നമ്മൾ തുടരണമെന്നാണ് ഒരു പക്ഷം പറയുന്നതെങ്കിൽ, മറുപക്ഷം ഇതിനെ ഒരു മതത്തിൻ്റെ ഭാഗമായി കാണുകയും മറ്റുള്ള മതങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകളിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഭാഗത്ത് നമുക്ക് നിൽക്കാമെന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഉറപ്പും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാവുന്നതാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.